മോഹിനിയാട്ടം അല്ലെങ്കിൽ ഭരതനാട്യം സെക്കൻഡ് തിയേറ്ററിൽ പോയി കണ്ടിട്ട് ചിരിച്ച് ഊപ്പാടളി. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. തുടക്കം മുതൽ അവസാനം വരെ ചിരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഞങ്ങള്. ഈ വാഴ 2 ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അടിപൊളി പടം, കിടിലം പടം എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും വാഴ 2 ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. പേഴ്സണലി എനിക്ക് വാഴയേക്കാൾ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ 2026 ഞാൻ പോയി തിയേറ്ററിൽ വെച്ച് കണ്ടതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എന്ന് പറയുന്നത് ഇപ്പോ ഈ നിമിഷം വരെ അത് മോഹിനിയാട്ടമാണ്. അത്രയും കിടിലാണ്. ഏറ്റവും അതിന്റെ കാര്യം പറയാം, ഈ പടത്തിന്റെ ഡയറക്ടർ, അതായത് നമ്മുടെ കൃഷ്ണദാസ് മുരളി, പുള്ളിക്കൊരു സല്യൂട്ട്. കാരണം ഒരു പടം എടുക്കുക, പടം പൊട്ടിപ്പോവുക. അതായത് ഈ പടം, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, ഭരതനാട്യം തിയേറ്ററിൽ പൊട്ടിപ്പോടാ. അപ്പോ പൊട്ടിപ്പോയൊരു പടം പിന്നീട് OTT വരുമ്പോഴത്തേക്ക് ഹിറ്റ് ആകുക. അതിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കുക. ഇപ്പൊ ആട് പോലെയാ, ആട് 1 ഫ്ലോപ്പ് ആവുന്നു, സെക്കൻഡ് എടുത്ത് ഹിറ്റ് ആക്കുന്നു, തേർഡ് എടുത്ത് ഹിറ്റ് ആക്കുന്നു പറഞ്ഞ പോലെ ഇത് സെക്കൻഡ് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴത്തേക്ക് ഒരു നമുക്ക് ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല ചിരി നിർത്താൻ. അതുപോലെ നമ്മൾ വയറൊക്കെ ഇങ്ങനെ ഉള്ളിക്കിട്ട് ചിരിക്കുന്നില്ലേ, അത് ഫുള്ള് സിറ്റുവേഷൻ കോമഡിയാണ്. അതായത് സാധാരണ നമ്മളിപ്പോ ഇപ്പോഴത്തെ ജനറേഷന്റെ പടം ഉണ്ടല്ലോ, കോമഡിക്ക് വേണ്ടി സാധനം ഫോഴ്സ്ഫുള്ളി കുത്തിക്കിറ്റ്, അങ്ങനൊന്നുമില്ല. എല്ലാം സിറ്റ്കോമാണ്, ഡാർക്ക് ഹ്യൂമർ ആണ്. അത് നമ്മൾ എല്ലാവരുടെയും കണക്ട് ആകുകയും ചെയ്യും, ചിരിച്ച് നമുക്ക് എൻജോയ് ചെയ്ത് മറിഞ്ഞിരുന്ന് കാണുകയും ചെയ്യും. അതായത് ഒരു കുടുംബത്തിലെ എല്ലാവരും നമ്മളെ ചിരിപ്പിക്കുക. ഇപ്പൊ നിങ്ങൾ ഭരതനാട്യം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഫാമിലിയെ പറ്റി അല്ലെ, ശശിയും ശശിയുടെ ഫാമിലിയും. എനിക്ക് തോന്നുന്നില്ല ആ ഫസ്റ്റ് പാർട്ട് കണ്ടവരാണോ ഇന്ന് തിയേറ്ററിൽ ഫുൾ ഉണ്ടായിരുന്നവര്. മേ ബി ഫസ്റ്റ് പാർട്ട് കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഫസ്റ്റ് കാണാത്തവർക്കാണെങ്കിൽ ഇത് ഈസി ആയിട്ട് ഇത് കണക്ട് ആകും. കാരണം ആ ഫാമിലി തന്നെയാണെന്നേ ഉള്ളൂ. ഈ സെക്കൻഡ് പാർട്ട് കണ്ടവർ ഇന്നാണെങ്കിലും പോയി ഫസ്റ്റ് പാർട്ട് തപ്പി കണ്ടുപിടിച്ചിരിക്കും. ഈ പടത്തിന്റെ തുടക്കത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈജു കുറുപ്പിന്റെ 150ാമത്തെ പടമാണ്. അപ്പൊ ഞാനിത് എഴുതി കാണിച്ചപ്പോഴത്തേക്കും ഉണ്ടല്ലോ, സൈജു കുറുപ്പിന്റെ ഇൻട്രോ ഉണ്ട്. സൈജു കുറുപ്പിന് സാധാരണ അങ്ങനെ ഇൻട്രോ ഒന്നും കൊടുക്കാറില്ലല്ലോ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇത് സൈജു കുറുപ്പിന്റെ 150ാമത്തെ പടം. രജനീകാന്തിന്റെ ഒരു ഇൻട്രോ ഉണ്ട്, നിങ്ങൾ തമിഴില് പഴയ ഒരു ഇൻട്രോ ഉണ്ട്, അത് ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. സൂപ്പർ സ്റ്റാർ രജനി എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അത് സൈജു കുറുപ്പിന്റെ ആ ഒരു ഫോണ്ടിൽ ഒരു ബ്ലൂ കളറിലെ ഒരു LED ഫോണ്ടൊക്കെ പോലെ എഴുതി കാണിച്ചിട്ട്, അപ്പൊ നമ്മൾ അവിടെ നിന്നോട്ട് നമുക്ക് മനസ്സിലായ പടത്തിന്റെ വൈബ് ഇങ്ങനെയാണ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ ആൾക്കാരും സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ സ്കോറിങ്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു മുതലുണ്ട്, അത് ലാസ്റ്റ് പറയാം. ഇതിനകത്ത് ഇപ്പൊ ശശി അറിയാലോ, സൈജു ഗ്രൂപ്പിന്റെ കഥാപാത്രം, സുരാജിന്റെ കഥാപാത്രം, ആ ഫാമിലിയിലെ എല്ലാവരും. അതിനകത്ത് നന്ദു പുതുവാളൊക്കെ ഉണ്ടല്ലോ, താടിയില്ലേ. സാധാരണ പുള്ളിക്ക് മലയാള സിനിമയിൽ എപ്പോഴും വഴിപോക്കം കഥാപാത്രം, അല്ല കുഞ്ഞു കഥാപാത്രമാണ് പുള്ളി കിട്ടുന്നത്. ഇത് പുള്ളി ത്രൂ ഔട്ടൊക്കെ ചെയ്തിട്ട് പുള്ളിക്ക് ഇത് നൈസാണ് ചെയ്ത് വെച്ചേക്കണേ. അതായത് പടത്തിൽ വരുന്ന ഓരോ ആൾക്കാരും വന്നിട്ട് അങ്ങ് കിഡ്ലോസ്കി ആയിട്ട് സ്കോർ ചെയ്ത് പോവുക. എല്ലാരും സ്കോർ ചെയ്ത് ഇരട്ടകളായിക്കോട്ടെ. മറ്റേ ഭരതന്റെ, അതായത് ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഭരത് നമ്പ്യാർ എന്ന് പറഞ്ഞ ആള് മരിച്ചു. അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ ഭാര്യമാരുണ്ടല്ലോ, 2 ഭാര്യമാരുണ്ടല്ലോ ഇതിനകത്ത്. ആ 2 ഭാര്യമാര് ഇതിനകത്ത് ഒരു സുഭാഷ് അല്ല, 2 സുഭാഷ് ഉണ്ട്. അതെ, ഫസ്റ്റ് പാർട്ടിലെ സുഭാഷ് നമ്മൾ എന്തുമാത്രം ചിരിപ്പിച്ചു, അതിനേക്കാൾ കൂടുതൽ വേറൊരു സുഭാഷ് കൂടെ വന്നിട്ട് കസറിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബേബി ജീന്റെ കഥാപാത്രം ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ബേബി ജീനെ സിംഗർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്, റാപ്പൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ബേബി ജീൻ സിനിമയിൽ അഭിനയിച്ചിട്ടതിന് മുമ്പ്, പക്ഷെ എന്നാൽ തന്നെയും ഇതിനകത്ത് ബേബി ജീൻ ചെയ്തിരിക്കുന്ന ഒരു സാധനമുണ്ട്. അതായത് പുള്ളിയുടെ ബേബി ജീൻ എങ്ങനെയാണോ എന്നുള്ളത് കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് ഒരു തനി ലോക്കൽ നാടൻ സെറ്റപ്പിൽ ബേബി ജീനെ എടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു സംഭവം ഉണ്ട്, അതായത് ഞാൻ എനിക്ക് ചിരിയെന്നറിയോ, മറ്റേ 7ാം അറിവിലെ ഒരു സാധനം ഉണ്ട്, ഒരു കണ്ണുകൊണ്ട് കാണിക്കുന്ന ഒരു സാധനം ഉണ്ട്. അത് നിങ്ങൾ അത് കണക്ട് ചെയ്തിരിക്കുന്ന കാണാൻ ഞാൻ പറഞ്ഞു. ഈ ഡാർക്ക് ഹ്യൂമർ പരിപാടിയോട് വർക്കാതിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് എന്തുകൊണ്ടത് ഇപ്പോൾ പറഞ്ഞ പോലെ അത് വർക്കാവാത്ത എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾക്ക് പടം കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പൊ അത്യാവശ്യം സിനിമയൊക്കെ ഈ കണ്ടിട്ട് കുറെ സോഷ്യൽ മീഡിയ ഐഡിയാസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് കുറെ കൂടെ കണക്ട് ആവും. കാരണം കുറെ ഐറ്റംസിനകത്ത് കാണിച്ച് വെക്കുന്നുണ്ട്. അത് വിനയ് ഫോർട്ട് വന്നിട്ട് വരുമ്പോ തൊട്ട് പുള്ളി സ്കോറിങ്. നമ്മളോർക്ക് ജഗദീഷ് ഏട്ടന്റെ കോമഡി കുറവാണെന്നല്ല, പക്ഷെ ലാസ്റ്റ് ഒരു സാധനം വന്നിട്ട് ഒരു മമ്മൂക്കയുടെ ഡയലോഗിന്റെ ഒരു സാധനം റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ പൊന്നോ, അതൊരു രക്ഷയില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ട്രെയിലറിനകത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ, ദൃശ്യത്തിന് ഒരു റെഫറൻസ് എടുത്ത് വെച്ചിട്ട് ഒരു സാധനമുണ്ട്. അതിങ്ങനെ നമ്മള് സത്യമാണ് ചിരിച്ചിട്ട് നമുക്ക് വയറൊടുക്കും. അത് ഇങ്ങനെ ചിരിച്ചും മറിയ നമ്മള്. ആ ഫാമിലിയിലെ ഓരോ ആൾക്കാരും ചെയ്തു വെച്ചിരിക്കുന്നത് അമ്മാതിരി പെർഫോമൻസ് ആണ്. അതിനകത്ത് ഇപ്പോ അളിയന്മാര്, ഇപ്പൊ നന്ദു പുതുവാളുടെ അളിയനല്ലാണ്ട് വേറൊരു അളിയനുണ്ടല്ലോ, അവരൊക്കെ എന്ത് സ്കോറിംഗ് ആണല്ലോ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പേര് വിട്ടുപോകുന്ന ഞാൻ പിന്നെ പേര് പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാത്ത അളിയന്മാർ സൂപ്പർ ആയിട്ടുണ്ട്, ഇരട്ടകൾ സൂപ്പർ ആയിട്ടുണ്ട്, നമ്മുടെ കനകലത ചേച്ചി ഉണ്ട്, മറ്റേ ശശി അല്ലെങ്കിൽ സൈജു ഗ്രൂപ്പിന്റെ സഹോദരന്മാരായിട്ട് അഭിനയിച്ച അവർ 2 പേരും. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാർട്ടിനേക്കാൾ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ, ഒരു ഏരിയ ഇവിടെ ഉണ്ട്. അതായത് ഫസ്റ്റ് പാർട്ടിൽ എല്ലാവരും ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടൊക്കെയാണ് കഥാപാത്രങ്ങൾ എല്ലാവരും വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവരെല്ലാവരും ഒരുമിച്ചാണ് നിൽക്കണം. ഇതിന്റെ ഒരു പ്ലോട്ട് അങ്ങനെയാ, കഥയുടെ ഒരു രീതി അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചിരിച്ച് എൻജോയ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും.
ഒരു അമ്പലത്തിന്റെ ഒരു സ്റ്റോറി വരുന്നുണ്ട് ഇതിനകത്ത്. ആ ദേവിനെ കാണുമ്പോഴാണ് അതിന് വലിയ twist. ആ അമ്പലത്തിന്റെ സ്റ്റോറി ഇവിടെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമാണ്. പിന്നെ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് എടുത്തു പറയുന്ന സാധനമാണ്. ഈ ചത്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 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 സ്കോർ ഉണ്ട്, ഒരു സോങ് ആണ്. ആ സോങ്ങിന്റെ പ്ലേസ്മെന്റ് ആയിക്കോട്ടെ, ആ സോങ് ആയിക്കോട്ടെ, അതൊക്കെ എനിക്ക് തോന്നുന്നു ഇതിന്റെ മറ്റേ ഇലക്ട്രോണിക് കിളിയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. പുള്ളി നൈസായിട്ട് പമ്പൻ കിടു സെറ്റപ്പിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫ്രെയിംസും എല്ലാം, അതായത് നമ്മള് ഫസ്റ്റ് പാർട്ടിന്റെ ഒരു ടോണേ അല്ല സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ കുറച്ചുകൂടെ ഡാർക്ക് ഹ്യൂമർ പരിപാടിയാണ്. എൻഗേജ് ചെയ്ത് ഒരായിരുന്നു അത് സത്യം. തുടക്കം തൊട്ട് ഒടുക്കം വരെ. കാരണം ഫസ്റ്റ് പാർട്ടിലെ അങ്ങനെ ഫസ്റ്റ് പാർട്ട് നമുക്ക് ആദ്യത്തെ കുറച്ച് സമയം എടുക്കും പടത്തിലേക്ക് വരാനായിട്ട്, കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ല, തുടക്കം മുതലേ അങ്ങ് പോവാ ആ ഒഴുക്കിലൊക്കെ ഇട്ട്. ഇതിന്റെ ഒരു മെയിൻ ഒരു സാധനം വരും, ഇതിന്റെ ഒരു അത് പറയാൻ പറ്റാത്ത സ്പോയിലറാണ്. ആ സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മള് ചിരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിച്ചു മറിയാണ്. തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കാൻ പറ്റാത്ത ആരും തന്നെ ഇല്ല. അത് സുരാജ് കുറെ ആൾക്ക് ശേഷമാണ് നമ്മൾ ചിരിപ്പിക്കുന്ന കഥാപാത്രം ചെയ്യുന്നത്. സുരാജ് സിനിമയിൽ അപ്പൊ നമ്മൾ ഓർക്കും അയ്യോ ഇത് സുരാജ് ഇപ്പൊ ചെയ്ത സാധനമാണല്ലോ. അവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് ഒരു സാധനം വന്ന് തുടങ്ങുമ്പോഴത്തേക്കും പുള്ളി അവിടെ വെറുതെ അനങ്ങാണ്ടിരിക്കുകയായിരിക്കും. അതിന്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്. പക്ഷെ എന്തായാലും നമുക്ക് അങ്ങ് ചിരിവന്ന് പോകും. എക്സ്പ്രഷൻ കൊണ്ട് മാത്രമാണ് നമുക്ക് ചിരിപ്പിച്ചത് നമ്മളെ. നല്ല രസമായിട്ടാ. നിങ്ങള് തിയേറ്ററിൽ പോയിട്ട് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം. സത്യം ഞാൻ വാഴ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഴ 100 കോടി അടിക്കുന്നു ഷുവർ ഷൂട്ടാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സൈജു കുറുപ്പ് പോലും ഈ അത്രയും പൊട്ടൻഷ്യൽ ഈ പടത്തിന് ഉണ്ട് കേട്ടോ. നമ്മൾ ചുമ്മാ വെറുതെ തള്ളി വെക്കുന്നതല്ല. കാരണം നിങ്ങൾ ഒരു 2.5 മണിക്കൂർ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് നിങ്ങളുടെ ഊപ്പാട് വരും. അല്ലാണ്ട് നിങ്ങൾ ചുമ്മാ തിയേറ്ററിട്ട് അവിടെ ഇവിടെയും ചിരി എന്നുള്ളതല്ല. 2.5 മണിക്കൂറിൽ നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ലാഗോ അല്ലെങ്കിൽ നമുക്കൊരു ബോറിംഗ് ഒന്നും തന്നെ ഇല്ല. തുടക്കം തൊട്ട് ഒടുക്കം വരെ അത്രയ്ക്കും നമ്മൾ എന്റർടൈൻ ചെയ്തിരിക്കുന്ന ഒരു പടം ഉറപ്പിച്ചു. അത് ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് വരുന്ന ആളുണ്ട്, അയാളുടെ പേരും അയാളുടെ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞല്ലോ. സുഭാഷും സ്കോറിംഗ് വക്ക സ്കോറിംഗ് രണ്ടുപേരും കൂടെ. അതായത് ഞാൻ പറയാണ്, നിങ്ങൾ ഈ പടം തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. ഈ വിഷുവിന് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന, ഇപ്പൊ വാഴ പോലെ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മറ്റൊരു സിനിമയാണ് മോഹിനിയാട്ടം. അത് നല്ല രസത്തിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റും. മിസ് ചെയ്ത് നഷ്ടമാണ്. കാരണം ഇതിന്റെ ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ ഫ്ലോപ്പ് ആയി പോയതാണ്. അവര് അതിന്റെ 10 ഇരട്ടി എഫേർട്ട് ഈ പടത്തിന് വേണ്ടി എടുത്തിട്ടുണ്ടാവും. അപ്പം ഇത് വിജയിപ്പിക്കേണ്ട നമ്മുടെ കൂടെ ആവശ്യമാണ്. അപ്പൊ എന്തായാലും സൈജു കുറുപ്പിന്റെ 150ാമത്തെ സിനിമ ഒരു വമ്പൻ ഹിറ്റ് ആയിരിക്കുന്നു. പുള്ളിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഹിറ്റ് ആവാൻ വേണ്ടി പോകുന്നത് ഈ പടമായിരിക്കും. ഇത് എഴുതി വെച്ചോ. ഏറ്റവും കുറഞ്ഞത് ഈ സിനിമ ഒരു 50 കോടിയെങ്കിലും കളക്ട് ചെയ്യണമെന്നാണ് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതിനുള്ളതുണ്ട്, 100 കോടിക്കുള്ളതും ഉണ്ട്. എന്തായാലും ഞങ്ങൾ പോയത് രാവിലത്തെ ഷോയ്ക്കാണ്. അപ്പൊ ആള് ഒരു ഹാഫ് ആയിരുന്നു, പകുതി ആളുണ്ടായിരുന്നുള്ളൂ. എനിക്ക് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനി ഹൗസ്ഫുൾ പരിപാടീസ് ആയിരിക്കും മൊത്തത്തില്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. പടം കിടുവാണ്, ഒരു രക്ഷയില്ല.